നമസ്കാരം, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ആദ്യം സംസാരിക്കുന്നത്, ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ നേതാവ് അജയ് മാക്കൻ ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ഞെട്ടിക്കുന്ന സംഗതി പറഞ്ഞു. കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളെല്ലാം IT ഇടപെട്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അക്കൗണ്ടെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റ് പോഷക സംഘടനകളുടെയും ഒന്നും അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. കൊടുക്കുന്ന ചെക്കൊന്നും സ്വീകരിക്കാൻ ബാങ്ക് തയ്യാറാവുന്നില്ല എന്നാണ്. അപ്പോൾ സർക്കാർ ഇടപെട്ട് കോൺഗ്രസിൻ്റെ മുഴുവൻ ധനവിനിമയ ഏർപ്പാടും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മരിച്ച ദിവസമാണെന്നൊക്കെയുള്ള കടുത്ത വിമർശനമായിട്ടാണ് അദ്ദേഹം രാവിലെ പ്രസ് കോൺഫറൻസ് നടത്തിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ആ പ്രശ്നം ഒഴിവാക്കി കൊടുത്തു. പക്ഷേ 120 കോടി രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ അപ്പലേറ്റ് അതോറിറ്റി ഈ ഫ്രീസ് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദായ നികുതി റിട്ടേണിൻ്റെ കാലതാമസം വരുത്തി 10-45 ദിവസം ഡിലേ വന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്ര കടുത്ത നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രൗഡ് ഫണ്ടുകൾ വഴി ആളുകളിൽ നിന്ന് സമാഹരിച്ച പണമാണ് ഉപയോഗിക്കാൻ കഴിയാതെ ഇങ്ങനെ ലോക്കാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ 120 കോടി രൂപ തൊടാൻ പറ്റില്ല എന്ന നിലയ്ക്ക് അവർ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിമർശനം ഇപ്പോഴും അവർ ബാക്കിയാക്കിയിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. പ്രതിപക്ഷ കക്ഷികളെ എങ്ങനെയൊക്കെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ പലതരത്തിലുള്ള ശ്രമങ്ങൾ, നോട്ട് നിരോധനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ ED റെയ്ഡിൻ്റെ അങ്ങനെ പല സംഗതികൾ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ഡയറക്റ്റായിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിലേക്ക് പോലും സർക്കാർ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ഷൻ സമയത്ത് എന്തുമാത്രം ജനാധിപത്യത്തിൻ്റെ തുറസ്സുകൾ ഇവിടെ ഉണ്ടോ, കുറച്ചുകൂടി അത് ഇടുങ്ങാണോ എന്ന സംശയം സംസാരിക്കുകയാണ്. ദാവൂസേവൻ എന്താണ് തോന്നുന്നത്? നമ്മളിതിനു മുമ്പ് പലതരത്തിലുള്ള ഇത്തരം നടപടികളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഫൈനലി ഒരു മറയുമില്ലാതെ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെയും സ്വതന്ത്ര സ്വഭാവത്തോടെയും ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ പാടില്ല എന്ന ഒരു അതിവിചാരത്തിലേക്ക് കടന്നു സർക്കാർ. അങ്ങനെയും കാണാം, അതിന് വേറെ രീതിയിലും കാണാം. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞൊരു കാര്യമുണ്ട്. BJP ഗവൺമെൻറ്, നമ്മൾ പല നിലക്ക് BJP ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ, ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ അത്ര പരിചയമില്ലാതെ SFIO, ഇങ്ങനെയുള്ള ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ, ഈ ഏജൻസികളെല്ലാം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുത്തു കഴിഞ്ഞാൽ നിയമപരമായിരിക്കും. നിയമത്തിൻ്റെ ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന ഏജൻസികൾക്ക് നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി ഏതായാലും നമ്മൾ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്ത് നിർത്തുന്നുണ്ടല്ലോ, അത് തന്നെ ഉപയോഗപ്പെടുത്തി എങ്ങനെ പൊളിറ്റിക്കൽ ഗെയിൻ നേടിയെടുക്കാം എന്നുള്ള ഒരർത്ഥത്തിൽ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണ് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നത്, ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ എന്നുള്ളവർക്ക് അങ്ങനെ പറയണം, തെരുവിലേക്ക് ഇറങ്ങണം. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ഏതോ ഒരു ലീഗൽ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നിഷാദ് പറഞ്ഞല്ലോ, 120 കോടി, 115 കോടിയാണ് ലീൻ മണിയായിട്ട് അവിടെ വെക്കാൻ പറഞ്ഞുള്ളത്. എന്നുവെച്ചാൽ ഒരു ജാമ്യത്തുക എന്നുള്ള ആൾക്ക് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ആ ഫ്രീസിങ് അവിടെ നിലനിൽക്കുകയാണ്. കാരണം ഈ മാക്കൻ പറയുന്നത് അതിൻ്റെ അടുത്ത് പോലും ഞങ്ങളുടെ അക്കൗണ്ടിൽ കാശില്ല എന്നാണ്. 115 കോടി രൂപ നിങ്ങൾ അക്കൗണ്ടിൽ നിലനിർത്തുക, നിങ്ങൾ ഡീഫ്രീസ് ചെയ്തിരിക്കുന്നു, പക്ഷേ 115 കോടി നിലനിർത്തണം. ഉപയോഗിക്കാൻ പറ്റില്ല, 5 വയസ്സ് തൊടാൻ പറ്റില്ല. അപ്പോൾ മാക്കൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാക്കൻ പറഞ്ഞ് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പാർട്ടിയുടെ ദൈനംദിന പരിപാടി നടത്താൻ പറ്റുന്നില്ല. അത് തുടരുകയാണ്. കാരണം അവരുടെ അക്കൗണ്ട്, അവരുടെ 4 അക്കൗണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അക്കൗണ്ട്, ഇത് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം പറയുന്നത്? 2018-19 കാലത്തെ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ 40 ദിവസം വൈകി. 2018-19 കാണുമെന്ന് ശ്രദ്ധിക്കണം, അത് ഇലക്ഷൻ ഇയറാണ്. അപ്പം ഇഷ്ടംപോലെ ഫണ്ട് വന്നിട്ടുണ്ടാവും, നല്ലോണം പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. BJPയുടെ അത്ര വന്നിട്ടുണ്ടാവില്ല, എന്നാലും കോൺഗ്രസ് സംബന്ധിച്ചത് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നൊരു സമയമായിരിക്കും. അപ്പോൾ ഈ ഇൻകം ടാക്സ് റൂൾസിൽ ഈ പറയുന്ന IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വളരെ സങ്കീർണമായ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസൊക്കെയുള്ള എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻ നിങ്ങൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഡിലേ ആയാൽ ആ എക്സംഷൻസ് ഓട്ടോമാറ്റിക് ഇല്ലാണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഫിനാൻഷ്യൽ ഇയറിലുള്ള ഈ പണം ഉണ്ടല്ലോ, ഉപയോഗിച്ച പണം, അതെല്ലാം എന്തായി മാറി? ടാക്സബിളായി മാറി. അതാണ് അതിൻ്റെ കഥ. അപ്പോൾ അതിന് അപ്പീലും സംഗതികളൊക്കെ കാണുമായിരിക്കും. ഒരു പക്ഷേ കോൺഗ്രസ് അതത്ര സൂക്ഷ്മമായി ഫോളോ ചെയ്തിട്ടും ഉണ്ടാകില്ല.
അപ്പോൾ വളരെ പൊടുന്നതിനെ ഒരു ദിവസം ഇങ്ങനെ ഇത് ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ വരുന്നു. മാക്കിന് ഇതെങ്ങനെയാണ് അറിയുന്നത്? മാക്കിന് ഇത് നിങ്ങളുടെ ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയിപ്പ് കിട്ടുകയല്ല ചെയ്യുന്നത്. പുള്ളി കൊടുത്ത ഇതൊന്നും റിയലൈസ് ചെയ്യുന്നില്ല, ചെക്കൊന്നും ആക്ച്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങളിത് പൂട്ടിയിരിക്കുകയാണ് എന്ന് ബാങ്കുകാർ പറയുകയാണ്. ചേട്ടാ കിട്ടില്ല എന്ന് പറയുമ്പോഴാണ് മാക്കൻ അറിയുന്നത്, ആടി എന്തൊരു കഷ്ടമാണിത്, രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കാൻ പോവാണ്, ഇലക്ഷൻ വരാൻ പോവാണ്, എന്തു ചെയ്യും എന്ന് പുള്ളിയിൽ നിന്ന് എത്ര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഒരു കോൺഗ്രസിനകത്ത് ഇത്രയും അസ്വസ്ഥനായിക്കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഞാൻ അടുത്ത കാലത്തും കണ്ടില്ല. എന്ന് പറഞ്ഞാൽ ശരിക്കും പൂട്ടിയിടുകയാണല്ലോ, അനങ്ങാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഈ പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് അങ്ങേയറ്റത്തെ സർവിലൻസിൽ അതിൻ്റെ ഓരോ നേതാക്കന്മാരുടെയും മൂവ്മെൻറ്റ്സ്, അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും നിലക്ക് ഒരു പണമിടപാട് നടത്തുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഔദ്യോഗിക മാർഗേണ അല്ലാതെ പണമിടപാട് നടത്താൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവർക്ക് ഉള്ള ഒരേ ഒരു വഴി എന്താണ്? പാർട്ടി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം കൈമാറുക എന്നുള്ളത് മാത്രമായിരിക്കും. അതും സാധ്യമല്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പം കോൺഗ്രസിൻ്റെ നേതാവുണ്ടല്ലോ ലിജു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്ത പുള്ളി പറയുന്നുണ്ട്, ഇത് ശരിക്കും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തതുപോലെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് അതൊരു കറക്റ്റായ പോയിൻ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പഴയപടി നടക്കില്ല. ഈ പറയുന്ന ഒരു കതറ് വിട്ടിട്ട് ഓഫീസിൽ വന്നിരുന്നു സൊറ പറഞ്ഞിരുന്നാൽ ഈ കാലത്ത് BJP ഭരിക്കുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് റെജീം എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്ന കാലത്ത് പഴയപടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാവില്ല. ഇത് വേറെ ഒരു ലോകമാണ്, ഇത് വേറൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ അങ്ങേയറ്റം സ്മാർട്ടായിട്ട്, അങ്ങേയറ്റം ഇൻ്റലിജൻ്റായിട്ട് ഓരോ ഗവൺമെൻറ് ഓർഗൻസിനെയും എത്ര മികവോടുകൂടി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിച്ചുറപ്പിച്ച് കൃത്യമായ ഡിസൈനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണപക്ഷമാണുള്ളത്. അത് ഒരു കേവലമായൊരു രാഷ്ട്രീയ എല്ലാ സംവിധാനങ്ങളെയും ഏകാഗ്രതയോടുകൂടി ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകണം. അവിടെ നന്നായി വേർത്ത് പണിയെടുക്കേണ്ടി വരും. എവിടുന്ന് എപ്പോഴാണ് എങ്ങനെയാണ് അടിവരിക എന്ന് മനസ്സിലാവില്ല. നല്ല സൂക്ഷ്മത വേണ്ടി വരും, നല്ല ശ്രദ്ധ വേണ്ടി വരും, നല്ല ത്യാഗം വേണ്ടി വരും. തെരുവിലും കോടതികളിലും എല്ലായിടത്തും ഒരുപോലെ നന്നായി ഫൈറ്റ് ചെയ്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. നിഷാദം നമ്മൾ ഇപ്പോൾ മീഡിയ കൊണ്ട് കാര്യം എടുക്കാം. ഒരു ദിവസം നമുക്കൊരു കടലാസ് വരികയാണല്ലോ. എന്താണ് കടലാസ്? ഇനി നിങ്ങൾ പ്രവർത്തിക്കരുത്. അതിൻ്റെ തലേ ദിവസം അല്ല അന്ന് രാവിലെ നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു? ഒന്നുമില്ലല്ലോ. ഒരു കടലാസ് വന്ന് വീഴുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ പരിപാടി തന്നെ നടക്കില്ല, കൂട്ടുക എന്നുള്ളതാണ്. ഈ വിധം പെരുമാറുന്നൊരു ഭരണകൂടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണകൂടത്തോട് സാധാരണ മട്ടിലുള്ള നിങ്ങൾ ഇതുവരെ കളിച്ച ഒരു രാഷ്ട്രീയ കളിയുണ്ടല്ലോ, അവിടെ കുറച്ച് നോമിനേഷൻ കൊടുക്കുന്നു, മത്സരിക്കുന്നു, പ്രചാരണം നടത്തുന്നു, വാഹന പ്രചാരണം നടത്തുന്നു, മറ്റേ ജോഡോ യാത്ര നടത്തുന്നു, ഇതൊന്നും നടക്കില്ല. ഇതിനപ്പുറം ഇത് വേറെ ഒരു തലമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ലിജു പറഞ്ഞതുപോലെ ഒരു കോളനി വിരുദ്ധ പോരാട്ട കാലത്തൊക്കെ എങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്, അതുപോലെ ആ ഗൗരവത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം മാറിക്കഴിഞ്ഞൊരു കാലമാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് കോൺഗ്രസിന് എടുക്കണമെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ അജിം സിബി ഇതിനകത്ത് പ്രതിപക്ഷത്തെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ജനാധിപത്യത്തിൻ്റെ ആശയത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു, ഞങ്ങൾ ലീഗലി ആൻഡ് പൊളിറ്റിക്കലി ഫൈറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷേ നേരത്തെ ദാവൂസായി പറഞ്ഞാൽ ഇതെല്ലാം ലീഗൽ ഫ്രെയിം പക്കയാക്കിയിട്ട് നടത്തുന്ന അറ്റാക്സ് ആണ്. അതിനെ ആ നിലയ്ക്ക് ചോദ്യം ചെയ്താൽ വിജയിക്കാൻ സാധ്യതയില്ല. പിന്നെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ അത്തരം ധാർമ്മിക മൂല്യങ്ങളെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കഷന് തയ്യാറാവുന്ന ഭരണകൂടമല്ല. സോ ഇത് കൂടിക്കൂടി വരികയല്ലാതെ ഇതിനെതിരായിട്ടുള്ള ഫൈറ്റിൻ്റെ പ്രതിരോധത്തിൻ്റെ സാധ്യത എന്തുമാത്രമാണ്? ഇത് 2018-19 ഫിനാൻഷ്യൽ ഇയറിലെ അത് കൊടുക്കാൻ വൈകി എന്നുള്ളതാണ്. 4 ദിവസം മറ്റോ വൈകി എന്നുള്ളതാണ്. 45 ദിവസം. രണ്ടാമത്തെ ഒരു ചാർജ് കൂടെ ഉണ്ട് കേട്ടോ. ഈ MLA-മാരും MP-മാരായിരുന്നു മേടിച്ച ഫണ്ട് ബൈ ക്യാഷ് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അക്കൗണ്ട് വഴിയല്ല. അപ്പോൾ 14 ലക്ഷം രൂപയേ ഉള്ളൂ. ഇതൊരു വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു വന്നുണ്ടാവും. കണക്ക് കൊടുക്കാൻ വൈകുക അങ്ങനെയൊക്കെ നമുക്ക് വരാറുണ്ട്. ഫൈൻ അടപ്പിക്കാറുണ്ട്. നമ്മളും എന്തെങ്കിലും ടാക്സ് റിട്ടേൺ കൊടുക്കുന്നതിൽ ഫൈൻ. ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം 7,000 രൂപ അടച്ചത് മറന്നുപോയതാണ്. അത് സംഭവിക്കും. പക്ഷേ ഒരു ഭരണകൂടം അതിൻ്റെ മെഷീനറി എങ്ങനെ എപ്പോൾ പ്രവർത്തിക്കുന്നുള്ളത് പ്രധാനമാണ്.
2018-19 ഫിനാൻഷ്യൽ ഇയറിലെ സംഭവം 2024 അവർ അസസ് ചെയ്യുന്നതും നോട്ടീസ് കൊടുക്കുന്നു. എന്തുകൊണ്ട് ഇന്ന് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇന്നലെയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി വന്നത്. എന്നാൽ ഞങ്ങൾക്കില്ല, എന്നാൽ നിങ്ങൾക്കും വേണ്ട. ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ അവർ 6,000 crores ഇലക്ട്രൽ ബോണ്ട് വഴി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആകെ 1000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്സ് വഴി കിട്ടിയ മൊത്തം ഈ 7 വർഷത്തിൽ കിട്ടിയ കോൺഗ്രസ് എന്നാൽ ഒരു പണി കൊടുക്കാം എന്ന് തീരുമാനിക്കുക. അത് അവർ ചെയ്യും. അങ്ങനെയാണ് അവരെ നയിക്കുന്ന തലച്ചോറിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അത് അവർ ഇന്ന് തുടങ്ങിയതല്ല, മുമ്പേ അങ്ങനെ തന്നെയാണ്. അവർ ഇന്ന് ഈ 2024 എന്ത് ചെയ്യണമെന്നുള്ളത് 1925 തീരുമാനിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ വരുന്ന മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തോട് പ്രതികരിക്കുന്ന പോലെയല്ല. 100 വർഷം മുമ്പേ അവർ പ്ലാൻ ചെയ്താണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പം അങ്ങനെ ഒരു ഭരണകൂടത്തോട് എങ്ങനെ പെരുമാറണം, ഇപ്പോൾ ദാവൂദ് പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഭരണകൂടത്തിൽ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം കുറച്ച് കുഴപ്പം പിടിച്ച ചോദ്യമാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഇവർക്ക് മുൻമാതൃകകളുണ്ട്. ഇവർക്ക് ഇപ്പം തന്നെ നിലനിൽക്കുന്ന മാതൃകകളുണ്ട്. റഷ്യ നമ്മൾ ഉദാഹരണം എടുക്കുക, വ്ളാദിമിർ പുത്തിൻ്റെ മുമ്പിലൊന്നും മോദി ഒന്നുമല്ല. അത് പുടിൻ എത്ര വർഷമായി അധികാരത്തിലിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ ടേൺ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഭരണഘടന ഭേദഗതി ചെയ്തു. കുറച്ച് നാൾ പ്രധാനമന്ത്രിയായി, പിന്നെ വീണ്ടും പ്രസിഡന്റ് പദവിയിലേക്ക് വന്നു, പിന്നെ ഭേദഗതി ചെയ്തു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. അവിടെ പ്രതിപക്ഷമുണ്ടോ? അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി വർഷങ്ങളായിട്ട് ജയിലിലാണെന്നറിയാം. രാഹുൽ ഗാന്ധി പുറത്ത് ജോഡോ യാത്ര നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് പഠിക്കാൻ വേണ്ടി മുൻമാതൃകകൾ വേറെ ഉണ്ട്, ഒരുപാട് മാതൃകകളുണ്ട്. അപ്പോൾ അത് ഇവിടെ പകർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഈ വിഭാഗത്തോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നുകൂടി ഓർക്കേണ്ടത് പ്രധാനമാണ്. സംഝോത എക്സ്പ്രസ് സ്ഫോടനം, അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. CBI ആണ് അന്വേഷിക്കുന്നത്. ഇന്ന് P. ചിദംബരമാണ് ആഭ്യന്തരമന്ത്രി. ഇത് കൃത്യമായിട്ട് ഇന്ന ആളുകൾ ചെയ്തതാണെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അതിന് പറ്റിയ ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏറ്റവും അവസാനം ഈ കേസ് സംഝോത എക്സ്പ്രസ് സ്ഫോടനത്തിൻ്റെ കേസിൻ്റെ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒന്നും അറിയില്ല. അതിൽ പിടികൂടി ആളുകളെ കോടതി വെറുതെ വിട്ടു, ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതിൽ ചോദ്യം ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇന്ദ്രേഷ് കുമാറാണ്. ഇപ്പോഴത്തെ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിൻ്റെ നേതാവ്. ദേശീയ സമിതി അംഗം, അന്ന് നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു. ആലോചിച്ച് നോക്കുക, പ്രിയങ്ക ഗാന്ധി ഒരു സ്ഫോടന കേസിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ അത്ര ഉയർന്ന നേതാവാണ് അദ്ദേഹം RSSൻ്റെ. ചിദംബരം എന്ത് ചെയ്തു? ആ അന്വേഷണം പോട്ടെ, സംഝോത എക്സ്പ്രസ് പോട്ടെ, ആ രാജ്യത്ത് നടന്നിട്ടുള്ള മുഴുവൻ ഭീകര ആക്രമണങ്ങളുടെയും മുഴുവൻ ബോംബ് സ്ഫോടനങ്ങളുടെയും അന്വേഷണം ഏതെങ്കിലും സംഘടനയിലേക്ക് പോയില്ലല്ലോ. അതിൻ്റെ എവിടെയാണ് അതിൻ്റെ അറ്റം എന്നവർ കണ്ടെത്തിയില്ലല്ലോ. RSS കണ്ടപ്പോൾ അവരങ്ങ് വിട്ടുകളഞ്ഞു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കട്ടെ. അതായത് അവരെങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ RSSന് 1925 മുതൽ ഐഡിയ ഉണ്ട്. അവരത് ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിജു പറഞ്ഞതുപോലെ പബ്രിഷർക്കെതിരെയുള്ള സമരം പോലും നടത്താൻ പറ്റില്ല. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പ്രക്ഷോഭം നടത്താൻ ഉണ്ടായിരുന്നു. അതിന് ഖത്തറിൽ വേർപ്പ് പറ്റും, ഖത്തറിൽ ചെളിയാൻ പറ്റുന്ന കോൺഗ്രസ്സുകാർക്ക് പറ്റുമെന്നറിയില്ല. ഇതങ്ങനെയല്ല. ഞാൻ ഉറച്ചു പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, ഇനിയിപ്പോൾ ഇന്ന് BJP താഴെ പോയി, മോദി അടുത്ത ഇലക്ഷൻ താഴെ പോയി, നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കട്ടെ, ഈ രാജ്യം RSS തന്നെയാണ് ഭരിക്കുന്നത്. മുമ്പ് അവർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യം ഭരിക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റാണ്. ആ ഡീപ് സ്റ്റേറ്റിൽ ജുഡീഷ്യറി ഉണ്ട്, ആ ഡീപ് സ്റ്റേറ്റിൽ സൈന്യമുണ്ട്, ആ ഡീപ് സ്റ്റേറ്റിൽ ബ്യൂറോക്രസി ഉണ്ട്, ഇൻ്റലിജൻസാണ് ഏറ്റവും പ്രധാനം ഇൻ്റലിജൻസാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഡീപ് സ്റ്റേറ്റിനെ കണ്ടെത്തി അതിനെ വേരോടെ പിഴുതെറിയാതെ കേന്ദ്രം ആര് ഭരിച്ചിട്ടും ഒരു കാര്യമില്ല. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിനകത്തുണ്ട്. ദീർഘകാലം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ പറഞ്ഞ ഹിന്ദുത്വയുടെ, വർഗീയതയുടെ, BJPയുടെ ത്രെട്ടിനെ അവരെങ്ങനെ കൈകാര്യം ചെയ്തു? അവർക്ക് വേണമെങ്കിൽ ശവപ്പെട്ടി കുംഭകോണത്തിൽ ആളെ പിടിക്കായിരുന്നു, സംഝോതയിൽ പിടിക്കായിരുന്നു, ഗുജറാത്ത് കലാപത്തിൽ പിടിക്കായിരുന്നു. അപ്പോഴെല്ലാം വിട്ടുകളഞ്ഞു. പക്ഷെ മോദിക്കൊരവസരം വന്നപ്പോൾ മോദി എന്ത് ചെയ്യാണ്? കോൺഗ്രസിനെ പൊതിഞ്ഞെടുത്ത് കുഴിയിലിട്ട് മണ്ണ് മൂടുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നതാണ്.